നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്നുള്ള പരാമർശം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി എത്തിയപ്പോൾ വ്യക്തമാക്കിയിരുന്നു. നരേന്ദ്രമോദി എപ്പോഴൊക്കെ കേരളത്തിൽ വരുമോ അപ്പോഴൊക്കെ പിണറായി വിജയനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുത്താറുണ്ട്. അത് തീർത്തും മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസവും തേക്കിൻകാട് മൈതാനിയിൽ കണ്ടത്. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസാരത്തിൽ നിന്നും ഉണ്ടായത്. BJP സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു ഇരു മുന്നണികളുടെയും കടന്നാക്രമിച്ചുള്ള മോദിയുടെ പ്രസംഗം. ഇരു മുന്നണികളുടെയും പേരിൽ മാത്രമാണ് വ്യത്യാസം. അഴിമതി, കുറ്റകൃത്യങ്ങൾ, കുടുംബവാഴ്ച എന്നിവയ്ക്കെല്ലാം ഇരു മുന്നണികളും ഒരുപോലെ തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെ വരവോടെ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വിരോധത്തിന്റെ പേരിൽ കേരളത്തിൽ കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നില്ല. ക്ഷേത്രങ്ങളെയും ഉത്സവങ്ങളെയും പണം കൊള്ളയടിക്കാനുള്ള മാർഗമായിട്ടാണ് രണ്ട് മുന്നണികളും കാണുന്നത് എന്നും തൃശൂർ പൂരത്തിന് സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ കളിയും ശബരിമലയിലെ അസൗകര്യങ്ങളും ദൗർഭാഗ്യകരമാണെന്നും മോദി കുറ്റപ്പെടുത്തി. തേക്കിൻകാട് മൈതാനത്തെ സംഗമത്തിൽ 1 ലക്ഷത്തിന്റെ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. PT ഉഷ MP, നടി ശോഭന, സംരംഭക ബീന കണ്ണൻ, പത്മശ്രീ ജേതാവ് ഡോക്ടർ ശോശാമ്മ ഐപ്പ്, സാമൂഹിക പ്രവർത്തക ഉമാ പ്രേമൻ, വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി, ഗായിക വൈക്കം വിജയലക്ഷ്മി, നാരി ശക്തി പുരസ്കാര ജേതാവ് MS സുനിൽ, ക്ഷേമ പെൻഷനായി സമരം നടത്തിയ മറിയക്കുട്ടി എന്നിവരെ വേദിയിൽ ആദരിക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ കായിക താരങ്ങളുടെ സമരങ്ങൾ തുടർക്കഥയാകുന്നതിനിടെ സമ്മേളന വേദിയിൽ മോദിക്ക് ഇരിപ്പിടം ഒരുക്കിയത് മലയാളി കായിക താരങ്ങൾക്കിടയിലാണ്. വലതുഭാഗത്തിരുന്നത് PT ഉഷയും ഇടതുഭാഗത്ത് മിന്നുമണിയും. കൊച്ചിയിൽ വിമാനമിറങ്ങിയ ശേഷം ഹെലികോപ്റ്ററിൽ തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലൂടെ തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തുകയും അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. നടുവില ജംഗ്ഷനിൽ ഇറങ്ങിയ അദ്ദേഹം ആൾക്കൂട്ടത്തിന് നടുവിലൂടെയാണ് മഹിളാ സംഗമ വേദിയിലേക്ക് കയറിയത്. സമ്മേളന ശേഷം പ്രധാനമന്ത്രി കൊച്ചി വഴി ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്തായാലും ഡൽഹിയിലേക്ക് മടങ്ങുന്നതിന് മുൻപേ പ്രധാനമന്ത്രി ഒരു തീപ്പൊരി ഇട്ടിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള തീപ്പൊരിയാണ് എന്നതിൽ സംശയവുമില്ല.